വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. അപകട ഭീഷണി ഉയർത്തിയ ക്യാമറ പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് നീക്കം ചെയ്തു. ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ പ്രതിഷേധം. അപകട ഭീഷണി ഉയർത്തിയ ക്യാമറ പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് നീക്കം ചെയ്തു. ഭരണകൂടങ്ങളുടെ നിഷ്ക്രിയത്വത്തിനെതിരെ പ്രതിഷേധം. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം വാഴാനി റോഡിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി വീണുകിടന്ന CCTV ക്യാമറയുടെ പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് നീക്കം ചെയ്തു. വാഹനമിടിച്ചതിനെ തുടർന്ന് നടുറോഡിൽ വീണുകിടന്ന പോസ്റ്റ് ഏറെ പ്രയാസപ്പെട്ടാണ് പ്രവർത്തകർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയത്. CN ബാലകൃഷ്ണൻ MLA-യും മന്ത്രിയുമായിരുന്ന കാലത്ത് MLA-യുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളാണ് ഇപ്പോൾ നോക്കുകുത്തികളായി മാറിയിരിക്കുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് വാർഷിക അറ്റകുറ്റപ്പണികളുടെ കരാർ റദ്ദായതാണ് ഇതിന് കാരണം. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലെ നിരീക്ഷണ ക്യാമറയുടെ പോസ്റ്റ് 1 മാസത്തോളമായി റോഡിന്റെ നടുവിൽ വീണു കിടക്കുകയായിരുന്നു. നിരവധി വാർത്തകൾ വന്നിട്ടും അധികൃതർ ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ക്യാമറയുടെ കസ്റ്റോഡിയൻ ആരാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതാണ് അധികൃതരുടെ നിഷ്ക്രിയത്വത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. പോലീസ് സ്റ്റേഷനിലായിരുന്നു ക്യാമറകളുടെ സെർവറും മോണിറ്ററുമെല്ലാം സ്ഥാപിച്ചിരുന്നത്. ക്യാമറകൾ പ്രവർത്തനരഹിതമായപ്പോൾ നഗരസഭയോട് AMC അടയ്ക്കാനുള്ള പ്രവർത്തനം പുനഃസ്ഥാപിക്കാനും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നഗരസഭ ഇതിനോട് മുഖം തിരിച്ചു. തുടർച്ചയായ ജനങ്ങളുടെ പരാതിയെ തുടർന്ന് അപകടകരമായ രീതിയിൽ നടുറോഡിൽ വീണുകിടക്കുന്ന ക്യാമറ പോസ്റ്റ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് നീക്കം ചെയ്യുകയായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശി മംഗലം, INTUC മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് KH, യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, വടക്കാഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ, KSU ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആദിത്യൻ, ഹസാൻ ഷെയ്ഖ്, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ MJ ജെയ്മോൻ, ജിജോ തലക്കോടൻ, മണ്ഡലം സെക്രട്ടറി രാകേഷ് എന്നിവരും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ഭരണകൂടങ്ങളുടെയും ജനപ്രതിനിധികളുടെയും നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ഇത്തരമൊരു സാഹചര്യത്തിന് കാരണമെന്ന് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ആരോപിച്ചു. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോലും അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് CCV.